യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ഓരോ ദിവസത്തേക്കും വേണ്ട ദൈവാനുഗ്രഹത്തെ വചനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ, ജീവിത സാഹചര്യങ്ങളെല്ലാം, ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന, തീരുമാനിക്കുന്ന ഒരുപാട് കാര്യങ്ങളും പ്രവൃത്തികളുമുണ്ട്. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ ആളെ കാണണം, ഒത്തിരി പുതിയ തീരുമാനങ്ങളും ആലോചനകളോടും കൂടെയാണ് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ, ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, എടുക്കുന്ന നിലപാടുകൾ എല്ലാം ഒത്തിരി ദൈവ സാന്നിധ്യത്തിൽ ഉള്ള തീരുമാനങ്ങളാകട്ടെ. ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ടെന്നാണ്. നിങ്ങൾ കുടുംബത്തിൽ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്നാണ്. നിങ്ങളുടെ മേലൊരു നിയോഗമില്ലാതെ ഈ വചനം ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തിയെ, കുടുംബത്തെ, ഇവരുടെ പ്രാർത്ഥന ആവശ്യത്തെ അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് ഈ വചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യം. ഉൽപ്പത്തി പുസ്തകം 49:22. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ജോസഫ് എന്ന വ്യക്തിയെ ഒരു വൃക്ഷത്തോട്, ഒരു മരത്തോട് ഉപമിച്ചിരിക്കുന്നു, ചേർത്ത് വച്ചിരിക്കുന്നു. എവിടെയോ നിൽക്കുന്ന ഒരു മരമെന്നല്ല, നീരുറവയ്ക്കരികെ, ഉറവയ്ക്ക്, വെള്ളത്തിനരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ്. 2-3 വാക്കുകൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നീരുറവയ്ക്കരികെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്കാണ് വേരൂന്നി നിൽക്കുന്നത്. പിന്നെ ചുമ്മാ ഇലയും കമ്പും പൊക്കവും ഉയരവും മാത്രമൊന്നും അല്ല ഉള്ളത്, ഫലസമൃദ്ധിയുണ്ട്. അപ്പോൾ ഫലസമൃദ്ധി ഉണ്ടാകാനുള്ള കാരണം ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാകുന്ന ആ നീരുറവയ്ക്കരികെ നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നെയും നിങ്ങളെയും അവിടെ നിൽക്കുന്നത് കൊണ്ട് ദൈവം എവിടെ എത്തിക്കുമെന്നാണ് പറയുന്നത്? ഫലസമൃദ്ധിയുള്ള, അനുഗ്രഹമുള്ളൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മരം, ആ മരത്തെ കാറ്റിലും മഴയത്തും പ്രതിസന്ധിയിലും ഒക്കെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ വണ്ണമോ അതിൻ്റെ ശിഖരമോ ഇലയോ ഒന്നുമല്ല, അതിൻ്റെ വേരാണ്. അതിനെ പിടിച്ചു നിർത്തുന്നത് ആ പ്രതിസന്ധിയിൽ മറിഞ്ഞു വീഴാതെ, നിലം പൊത്തി താഴെ കിടക്കാതെ അതിനെ ഇങ്ങനെ ബലത്തോടെ
പിടിച്ചു നിർത്തുന്നത് ഇലയും കമ്പും വണ്ണമൊന്നുമല്ല, വേരാണ്. ഇതുപോലെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ വേരൂന്നുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ഒരു പ്രതിസന്ധിക്കും ഒരു വെല്ലുവിളിക്കും തകർക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ ഉറപ്പുള്ളവരാകുകയാണ് ചെയ്യുന്നത്. നീരുറവയ്ക്കരികെ വേരൂന്നി നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഇതുപോലൊരു ഫലസമൃദ്ധിയുള്ള ഒരു അനുഭവത്തിലേക്ക്, നന്മയിലേക്ക് ദൈവം നമ്മളെ വളർത്താൻ ഒരു കാര്യം ചെയ്യണം. ജീവിതത്തിൻ്റെ വേര് ദൈവത്തിലും ദൈവവചനത്തിലും വേരൂന്നണം. മണ്ണിൽ വേരുകൾ ആഴത്തിൽ പടർന്നു പിടിക്കുന്നത് പോലെ ഈ ദൈവത്തിൻ്റെ ശക്തിയിലും വചനത്തിലും പരിശുദ്ധാത്മാവിലും ദൈവത്തോടുള്ള ബന്ധത്തിലും വേരൂന്നുന്നവരാകണം. അതാണ് നിങ്ങളെ ജീവിതത്തിൽ ഉയർത്തുക, ഫലസമൃദ്ധിയുള്ളവരാക്കുക. വേരൂന്നാൻ താമസിച്ചാൽ അതെൻ്റെ അനുഗ്രഹത്തെ വൈകിപ്പിക്കും, താമസിപ്പിക്കും. നമുക്കുള്ള അനുഗ്രഹങ്ങൾ, നേരത്തെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട അനുഗ്രഹങ്ങൾ താമസിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിലും ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിലും വേരൂന്നുന്നവരാണ് വേഗത്തിൽ ഫലസമൃദ്ധിയുള്ളവരാവുക. ഫലസമൃദ്ധിയിലേക്ക് അത് വളരുക. അല്ല, എനിക്കതിലോടൊന്നും താല്പര്യമില്ല, ഇതിലൊന്നും വിശ്വാസമില്ല. ആർക്കാ നഷ്ടമെന്നറിയാമോ? നിനക്കു തന്നെയാണ്. എല്ലാത്തിനും വിമർശിക്കുകയും കുറ്റം പറയുകയും പരാതിപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന നിനക്കു തന്നെയാണ് നഷ്ടം വരിക. കാരണം നിനക്കുള്ള അനുഗ്രഹം അത് വൈകിപ്പിക്കും. എന്തുകൊണ്ടാണ് ഒരു ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന് ദൈവവചനം ശ്രവിച്ച് വിശ്വാസത്തോടെ, ഭക്തിയോടെ, എളിമയോടെ വചനം കേൾക്കുമ്പോൾ നമുക്കുള്ള അനുഗ്രഹം വേഗത്തിലാകുന്നത്? അനുഗ്രഹത്തെ വേഗത്തിലാക്കാനും അത് വൈകിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റും. നിങ്ങളുടെ മേലുള്ള അനുഗ്രഹം വൈകിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, അത് വേഗത്തിലാകാൻ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവവചനം കേൾക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുകയാണ്. നിനക്ക് ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒത്തിരി നന്മകളുണ്ട്. ഒന്ന് ആത്മശോധന ചെയ്യുക. നിൻ്റേതായ ഒരു കാരണം കൊണ്ടാണോ ആ അനുഗ്രഹം ഇങ്ങനെ വൈകി പോകുന്നത്? അത് നേരത്തെ വരേണ്ടതാണല്ലോ, നേരത്തെ സംഭവിക്കേണ്ടതാണല്ലോ. എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് അത് താമസിക്കുന്നത്? കൈയെത്തുന്ന ദൂരത്തെത്തിയിട്ടും അത് അകന്നകന്ന് പോവുകയാണല്ലോ. നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുണ്ട്, കുറച്ചുകൂടെ ദൈവത്തിലോട്ട് അടുക്കാനുണ്ട്, ദൈവത്തോട് എളിമയോടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ അനുഗ്രഹങ്ങൾ വേഗത്തിലാകാൻ തുടങ്ങും. വേഗത്തിലാകും. ഒരനുഗ്രഹവും വൈകിപ്പോകല്ല്. ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് വരുന്ന അനുഗ്രഹം ക്രിസ്തുവിൽ വേരൂന്നുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നുമ്പോൾ, നിങ്ങളിപ്പോൾ ഇരുന്നുകൊണ്ട് ആ ഇരിക്കുന്ന സ്ഥലത്തോ യാത്രയിലോ പറ, ഞാൻ ക്രിസ്തുവിനെ, എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ ദൈവവചനം ഞാൻ സ്വീകരിക്കുന്നു, ഈ വചനം ഞാൻ ഉൾക്കൊള്ളുന്നു, ഈ വചനത്തിനകത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വേരൂന്നാൻ തുടങ്ങുവാണ്. എത്ര പ്രാവശ്യം അത് ആവർത്തിക്കുന്നുവോ, എത്ര ദിവസം അത് തുടരുന്നുവോ, അത്രയും വേരുകൾ പടർന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ഫലസമൃദ്ധിയുള്ളവരാകും. അതനുസരിച്ച് നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന അനുഗ്രഹങ്ങൾ വൈകാതെ അത് വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തോട് അറ്റാച്ചാകാൻ തുടങ്ങും, ചേരാൻ തുടങ്ങും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മുട്ടിന്മേലെഴഞ്ഞ് നിയോഗമുയർത്തി പ്രാർത്ഥിച്ച് ദൈവസന്നിധി സമർപ്പിച്ച നേർച്ചയുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്നവർ, നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ അവരുടെ പേരും നിയോഗവും കൊടുത്ത് പ്രാർത്ഥിച്ചവർ, നിയോഗ കൊന്ത ചെല്ലുന്നവർ, നിയോഗ തിരി കത്തിച്ചു വച്ച് പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് ഈ ആലയത്തിൽ ഇന്നുവരെ എഴുതി വച്ചിരിക്കുന്ന സകല ആവശ്യങ്ങൾ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾ, സകലരെയും ഫലസമൃദ്ധിയുള്ളവരാകുവാൻ പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. അവർ ഫലസമൃദ്ധിയുള്ള മരങ്ങളെപ്പോലെ വേരൂന്നുന്നവരാകുവാൻ,
കർത്താവെ, ഇടവരും അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വേരൂന്നാൻ ആഗ്രഹിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹത്തിൽ വേരൂന്നാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള ആശ്രയത്വത്തിൽ വേരൂന്നാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളെ ഉണക്കിക്കളയുകയില്ല, അത് ഞങ്ങളെ തകർത്തു കളയുകയില്ല, അത് ഞങ്ങളെ മുരടിപ്പിച്ചു കളയുകയില്ല. പിന്നെയോ അത് ഞങ്ങളെ ഫലസമൃദ്ധിയുള്ളവരാക്കും. ഞങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തിൻ്റെ വേഗത വർദ്ധിക്കാൻ തുടങ്ങും. ഒരനുഗ്രഹവും വൈകിപ്പോവുകയില്ല. പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒരനുഗ്രഹവും വൈകിപ്പോവുകയില്ല. പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഒരനുഗ്രഹവും താമസിക്കുകയില്ല, വൈകിപ്പോവുകയില്ല. പ്രാർത്ഥനയോടെ ഈശോയുടെ നല്ല ആശീർവാദി വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിഴലുപോലെ ദൈവസാന്നിധ്യം കൂടെ നിൽക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, നിരാശകളിൽ നിന്നും, ആത്മഹത്യാ പ്രവണതയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ. നല്ലത് നന്മയായിട്ടുള്ളത്, ഫലസമൃദ്ധിയാകാൻ കാരണമായിട്ടുള്ളതിനെയൊക്കെയും ജീവിതത്തോട് ചേർന്ന് വരട്ടെ. അനുഗ്രഹം ചേർന്ന് വരട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. പുതിയ അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരട്ടെ. ഇന്നും ജീവിക്കുന്ന ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹത്തോടെ ആശംസിക്കുന്നു. ഈ കേട്ട വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അനേകരിലേക്ക് അത് എത്തിക്കുക. അനേകർക്കത് ദൈവസ്നേഹത്തെ പ്രതി അയച്ചു കൊടുക്കുക. അതൊരു സുവിശേഷ വേലയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.